ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് വന്ദേ ഭാരതിൽ കയറിയിട്ട് നമ്മുടെ ആറന്മുളയുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ വന്ദേ ഭാരതിൽ കയറിയിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഇതിന് ശേഷം നമ്മൾ സാധാരണ നോർമൽ ട്രെയിനിൽ കയറാനൊന്നും മടിക്കും. കാരണം അത്രയ്ക്കും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വന്ദേ ഭാരത് നമുക്ക് തരുന്നത്. ഒരു വിധത്തിലുള്ള യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അടിപൊളിയായിട്ടാണ് നമുക്ക് നല്ല സുഖകരമായിട്ട് പോയിട്ട് വരാനായിട്ട് പറ്റി. പിന്നെ എടുത്ത് പറയേണ്ടതാണ് അവരുടെ ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ മാത്രമേ നിന്നുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളൊരു 1.5 മണിക്കൂർ ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റോപ്പ് എത്തി ഇറങ്ങേണ്ടി വന്നു. സോ ഫുഡ് അല്ലാതെ വലുതായിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ അവിടുത്തെ ടോയ്ലറ്റ്, നമ്മൾ സത്യം പറഞ്ഞാൽ ട്രെയിനിൽ പോകുമ്പോഴാണ് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഭയങ്കര മടിക്കുന്നത്. പക്ഷേ വന്ദേ ഭാരത് നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ട, അത്രയ്ക്ക് നല്ല നീറ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് സ്പീഡൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. അകത്ത് ഫുൾ AC ആയിട്ട് സുഖിച്ചിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് എത്തി. അവിടെ ഇറങ്ങി അവിടെ നിന്ന് കുറച്ചൊന്ന് ബസ് കയറി വരാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആറന്മുള മഹാവിഷ്ണു ക്ഷേത്രം. അടിപൊളിയായിരുന്നു. മഹാവിഷ്ണു അല്ല, ശ്രീകൃഷ്ണ ക്ഷേത്രം, സോറി. പിന്നെ അതിനടുത്തായിരുന്നു പമ്പാ നദി. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ഇറങ്ങി അതിന് തിരിച്ചിങ്ങോട്ട് ബസ്സിലാണ് വന്നത്. നമ്മുടെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.